അതെ. അനീഷിന് ഡോക്ടർ റോയി കൊടുത്ത 10,00,000 രൂപ ഭയങ്കര ചർച്ചയാകുന്നുണ്ട്. അനീഷിന് 10,00,000 രൂപ കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആർക്ക് കാശ് കൊടുക്കണമെന്ന് അത് കൊടുക്കുന്ന ആളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇത് ഡോക്ടർ റോയിയുടെയും ടീമിന്റെയും പിആർ സ്റ്റാൻഡാണ്. അത് വ്യക്തമാണ്. അല്ലാതെ നന്മമരമായതുകൊണ്ട് 10,00,000 രൂപ എടുത്ത് കൊടുത്തതല്ല. ബിഗ് ബോസ് വിന്നറായ അനുമോൾക്ക് 42,00,000 സമ്മാനത്തുകയായി നൽകിയതും വലിയൊരു വിസിബിലിറ്റി ഡോക്ടർ റോയിക്ക് കിട്ടിയിട്ടില്ല എന്ന് സാരം. 5 കോടി ലംബോർഗിനി വാങ്ങിയാൽ കിട്ടുന്നതിനേക്കാൾ വിസിബിലിറ്റി 10,00,000 രൂപ അനീഷിന് കൊടുത്താൽ കിട്ടുമെന്ന് റോയ്ക്കും ടീമിനും നന്നായി മനസ്സിലായി. ഇതാണ് പിആറിന്റെ പണി. പിന്നെ 10,00,000 രൂപ ആരെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ ആരും അത് വേണ്ടെന്ന് വെക്കില്ല. റോയ് ചെയ്ത എല്ലാ പൈസക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നാണ്. പണ്ടൊക്കെ നന്മമരം, വുമൺ കാർഡ്, വിക്ടിം കാർഡ് തുടങ്ങിയവയായിരുന്നു രാഷ്ട്രീയക്കാർക്കും മത നേതാക്കൾക്കും അടക്കം വിൽക്കാൻ എളുപ്പമുണ്ടായിരുന്ന ഒരു സാധനം. ഇപ്പോൾ സാധാരണക്കാരൻ കാർഡാണ് ഡിമാൻഡ്. അത് പെട്ടെന്ന് വിറ്റുപോകും. എല്ലാം മൊത്തത്തിൽ ഒരു പിആർ കളിയാണ്. അനുമോള് എതിർപ്പുള്ള ആളുകളുടെ ദേഷ്യം ക്യാഷ് ചെയ്യാൻ റോയ് ഇത് ചെയ്യുന്നത്. അല്ലായിരുന്നെങ്കിൽ അനീഷിന് ആരും അറിയാതെ പണം കൊടുക്കുകയായിരുന്നു ഡോക്ടർ റോയും ട്രെയിനും ആവശ്യം ചെയ്തത്. സെലിബ്രിറ്റി സ്റ്റാറ്റസ് പിടിച്ചു നിർത്തണമല്ലോ. അല്ലാതെ അനീഷിന്റെ കുടുംബം നന്നാക്കാൻ വേണ്ടി ചെയ്തതല്ല. ഇത് ചാരിറ്റി അല്ല. റോയ് ചെയ്തതും ബിസിനസ്സാണ്. ബിഗ് ബോസും ബിസിനസ്സാണ്. അനീഷിന് റോയ് 10,00,000 രൂപ കൊടുത്തതിനെക്കുറിച്ച് മീഡിയ ചോദിച്ചപ്പോൾ അനുമോൾ ബിഗ് ബോസിൽ കാണിച്ചതിനേക്കാൾ വലിയൊരു നന്മമരം ആകാൻ ശ്രമിച്ചത്. ഇമ്മാതിരി ഫേക്ക് കാണുമ്പോഴാണ് അനുമോളുടെ കാര്യത്തിൽ എനിക്ക് പൊളിയുന്നത്. അതുപോലെ ചെക്ക് കൈമാറിയ ശേഷം ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്ത ശേഷം അനീഷിനെ റോയും സംഘവും ടിഷ്യൂ പേപ്പറാക്കി. അങ്ങനെ ഒരു രംഗം കൂടി വൈറലാകുന്നുണ്ടത്. പലവട്ടം അനീഷ് സംസാരിക്കാൻ ശ്രമിച്ചിട്ടും റോയ് മൈൻഡ് ചെയ്തില്ല. "നിനക്ക് 10,00,000 കിട്ടിയില്ലേ, മാറി നിൽക്കടാ" എന്ന മൈൻഡിലാണ് റോയ് നിന്നത് എന്ന് ഞാൻ പറയുന്നു. ടോപ്പ് 5 ഇടം നേടി ഫസ്റ്റ് റണ്ണർ അപ്പ് ആയതുകൊണ്ട് മൈജിയുടെ വക ഗൃഹോപകരണങ്ങളും അനീഷിന് സമ്മാനമായി ലഭിച്ചിരുന്നു.